ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയിം വേൾഡ്സിൽ ഉപയോഗിക്കുന്ന പലതരം റിയാലിറ്റീസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സെയിം ടോപ്പിക്കിലെ ഇംഗ്ലീഷ് വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. ആദ്യം പലതരം റിയാലിറ്റീസിൻ്റെ പേരുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്സ് ആണ് ഉള്ളത്. ഓഗ്മെന്റഡ് റിയാലിറ്റി അഥവാ AR, വെർച്വൽ റിയാലിറ്റി അഥവാ VR, മിക്സ്ഡ് റിയാലിറ്റി അഥവാ MR. ഇനി ഒന്നുകൂടിയുണ്ട്, എക്സ്റ്റെൻഡഡ് റിയാലിറ്റി അഥവാ XR. അതൊരു അംബ്രല്ല ടേം ആണ്, അതുകൊണ്ടാണ് പ്രധാനമായിട്ടും 3 എന്ന് പറഞ്ഞത്. AR, VR, MR, പിന്നെ അതുപോലെയുള്ള ഈ ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആയ മറ്റു ഫീച്ചേഴ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അംബ്രല്ല ടേം ആണ് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി അഥവാ XR. ഇനി ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ റിയൽ വേൾഡിനെ ടെക്നോളജി ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യുന്നു. അതായത് ക്യാമറയിലൂടെ നമ്മൾ കാണുന്ന റിയൽ വേൾഡ്, അതിൻ്റെ പിക്ചർ, അതിനെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട് എന്നിവ ഉപയോഗിച്ച് ഇംപ്രൂവ് ആൻഡ് ഇംപ്രൊവൈസ് ചെയ്യുന്നു. ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന സെൻസേഴ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, പ്ലെയിൻ ഡിറ്റക്ഷൻ, പ്ലെയിൻസ് അഥവാ ടേബിൾ ടോപ്സ്, റോഡ്സ് തുടങ്ങിയവ. സെക്കൻഡ്, ബോഡി ട്രാക്കിംഗ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഷേപ്പ്, ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ബോഡി ആൻഡ് പൊസിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. തേർഡ്, ഫേസ് ട്രാക്കിംഗ്, തമാശയ്ക്ക് വേണ്ടി ഗൂഗിളി ഐസ് പോലുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസിനെയും വീഡിയോസിനെയും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഇന്നത്തെ പല ആപ്സും യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇന്ന് ഇന്റർനെറ്റിൽ ഒരുപാട് AR ടൂൾസ് അവൈലബിൾ ആണ്. യൂണിറ്റി AR ഫൗണ്ടേഷൻ, ദ എയ്ത്ത് വാൾ എന്നിവ എക്സാമ്പിൾസ് ആണ്. 2000 ഇറങ്ങിയ AR ക്വേക്ക് ആണ് ആദ്യം കമേഴ്ഷ്യലി അവൈലബിൾ ആയ AR ഗെയിം. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പിക്ചർ കാണാം, പക്ഷെ ഇത് പോക്കേമോൺ ഗോ എന്ന വളരെ പോപ്പുലർ ആയ ഒരു AR ഗെയിമിൽ നിന്ന് ഉള്ളതാണ്. മൂവിങ് ഓൺ ടു വെർച്വൽ റിയാലിറ്റി. ബേസിക്കലി പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ഡിവൈസസിന്റെ ഹെൽപ്പോടു കൂടി റിയാലിറ്റിയെ സിമുലേറ്റ് ചെയ്യുന്നതാണ് ഇത്. വെർച്വൽ റിയാലിറ്റി എന്ന ടേം 1987 ജെറൻ ലെനിയ ആണ് കോയിൻ ചെയ്തത്. ഈ ടെക്നോളജി ആദ്യം വന്നത് മൂവീസിലും ഡിഫൻസ് ട്രെയിനിങ്ങിലുമാണ്. 1989 റിലീസ് ചെയ്ത ദ പവർ ഗ്ലൗ ആണ് ആദ്യത്തെ VR ഗെയിം. VR ടെക്നോളജിക്ക് വേണ്ട ഹാർഡ്വെയറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹെഡ്സെറ്റ്. ഇന്ന് മാർക്കറ്റിൽ 3 തരം VR ഹെഡ്സെറ്റുകൾ ലഭ്യമാണ്. ഫസ്റ്റ് ഇസ് സ്റ്റാൻഡ് അലോൺ, പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. എക്സാമ്പിൾ മെറ്റ ക്വസ്റ്റ് 3. സെക്കൻഡ് ഇസ് ടെതേർഡ്, PC-യുമായി കണക്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്. എക്സാമ്പിൾ HP Reverb G2. തേർഡ് ഇസ് സ്മാർട്ട് ഫോൺ ബേസ്ഡ്. എക്സാമ്പിൾ സാംസങ് ഗിയർ VR. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ഇമേജസ് കാണാം. ടോപ്പ് പിക്ചറിൽ VR ഗിയർ യൂസ് ചെയ്യുന്ന ഒരാളെ കാണാം. ഒരു VR ഹെഡ്സെറ്റ് നൽകുന്ന വിഷ്വൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് താഴത്തെ പിക്ചർ. ആ പിക്ചറിൽ കാണുന്ന ഫ്ലോട്ടിംഗ് ഹാൻഡ്സിനെ കയ്യിൽ അണിയുന്ന ഗിയർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. സോ ഒരു VR യൂസറിന്റെ ഓവറോൾ ഇമ്മേർഷൻ എക്സ്പീരിയൻസ് വളരെ ഡീപ്പായിരിക്കും. ഒരു VR യൂസറിന്റെ സൈറ്റ് ആൻഡ് മൂവ്മെന്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിയൽ വേൾഡിൽ നിന്നും റിമൂവ് ആകുന്നു. അടുത്തതായി മിക്സ്ഡ് റിയാലിറ്റി, അതിനെ ഹൈബ്രിഡ് റിയാലിറ്റി എന്നും പറയുന്നു. ബേസിക്കലി ARന്റെയും VRന്റെയും ഒരു കോമ്പിനേഷൻ ആണ് MR. ഇതിൽ റിയൽ വേൾഡിനും ഡിജിറ്റൽ വേൾഡിനും ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് 2 പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ മാൻ മൂവീസിൽ ടോണി സ്റ്റാർക്ക് എന്ന ക്യാരക്ടർ MR ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം, പ്രത്യേകിച്ച് റിസർച്ചിനും മറ്റു വർക്ക്സിനുമായി ഡേറ്റ ആക്സസ് ചെയ്യുമ്പോഴും മറ്റും. വിത്ത് ദാറ്റ് ഈ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. സജഷൻസ് ആൻഡ് കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.